ഫ്രാൻസിൽ സർക്കാർ വിരുദ്ധ പ്രക്ഷോഭം അതിശക്തമായി തുടരുന്നു. പാരീസിലും മറ്റു പ്രധാന നഗരങ്ങളിലുമായി 10,000-കണക്കിന് ജനങ്ങൾ തെരുവിലിറങ്ങി പ്രതിഷേധിച്ചു. പ്രധാനമന്ത്രി ഫ്രാൻസ്വാ ബെയ്റോ അവിശ്വാസ വോട്ടെടുപ്പിൽ പരാജയപ്പെട്ട് പദവി ഒഴിഞ്ഞതിന് പിന്നാലെയാണ് ജനരോഷം പൊട്ടിപ്പുറപ്പെട്ടത്. പൊതു അവധി ദിവസങ്ങൾ റദ്ദാക്കിയതുൾപ്പെടെയുള്ള വിവാദ തീരുമാനങ്ങൾ പ്രക്ഷോഭത്തിന് ആക്കം കൂട്ടി. ഫൈസൽ ഹംസ നൽകും വിശദാംശങ്ങൾ. ഫൈസൽ, കലാപച്ചൂടിൽ തന്നെയാണ് ഫ്രാൻസ് ഇപ്പോഴും. എന്താണ് നിലവിലെ സാഹചര്യം? ഫ്രാൻസിൽ പൊതു അവധികൾ റദ്ദാക്കുകയും അതോടൊപ്പം തന്നെ പെൻഷൻ വെട്ടിച്ചുരുക്കുകയും അടക്കമുള്ള ജനദ്രോഹ നടപടികളും അതോടൊപ്പം തന്നെ സർക്കാരിലെ അസ്ഥിരതയുമാണ് ഇത്തരത്തിലുള്ള ഒരു വലിയ പ്രതിഷേധത്തിലേക്ക് ജനങ്ങളെ നയിച്ചത്. വലിയ രീതിയിലുള്ള മുഴുവൻ സ്തംഭിപ്പിക്കുക എന്നുള്ള ഒരു മുദ്രാവാക്യവുമായിട്ടാണ് ഈ ജനങ്ങൾ തെരുവിലിറങ്ങിയത്. പക്ഷേ ആ തരത്തിലേക്ക് രാജ്യവ്യാപകമായ ഒരു പ്രതിഷേധം നടന്നില്ല എന്നുണ്ടെങ്കിൽ പോലും ഗതാഗതം സ്തംഭിപ്പിക്കുന്നതടക്കമുള്ള രീതിയിൽ ഈ പ്രതിഷേധം നടത്താൻ ഈ പ്രക്ഷോഭകർക്കായി എന്നുള്ളതാണ്. എന്തായാലും ഇമാനുവൽ മാക്രോണിൻ്റെ രാജി ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഇപ്പോൾ ഒരു വലിയ പ്രതിഷേധം നടക്കുന്നത്. മാത്രമല്ല, കഴിഞ്ഞ ഏതാണ്ട് മാസങ്ങൾക്കിടെ മാത്രം 4 പ്രധാനമന്ത്രിമാരാണ് രാജ്യത്ത് മാറി മാറി വരുന്നത്. നിലവിലെ പ്രധാനമന്ത്രി വിശ്വാസ വോട്ടെടുപ്പിൽ പരാജയപ്പെടുകയും ചെയ്തിരുന്നു. ഇത്തരത്തിൽ വലിയ ജനരോഷം സർക്കാരിനെതിരെയുണ്ട്. ആ ജനരോഷമാണ് ഇപ്പോൾ തെരുവിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. ഏതാണ്ട് 80,000 സുരക്ഷാ ഉദ്യോഗസ്ഥരെയാണ് ഈ പ്രതിഷേധത്തെയും പ്രക്ഷോഭകരെയും നേരിടാൻ വേണ്ടി സർക്കാർ തെരുവിലിറക്കിയത്. ഏതാണ്ട് അത് വിജയം കണ്ടു എന്ന് തന്നെ പറയാം. പക്ഷേ എങ്കിൽ പോലും പൂർണ്ണമായും ജനം തെരുവിൽ നിന്നും മാറിയിട്ടില്ല. വലിയ രീതിയിൽ റോഡിൽ തീയിടുന്നു, ബസ്സുകൾക്ക് തീയിടുന്നു. ആ തരത്തിലുള്ള പ്രതിഷേധങ്ങളെല്ലാം ഉണ്ട്. പക്ഷേ വലിയ ആളപായങ്ങളോ അല്ലെങ്കിൽ വലിയ തരത്തിലുള്ള നാശനഷ്ടങ്ങളോ ഇതുവരെ ഉണ്ടായിട്ടില്ല. 300-ലേറെ പേരെയാണ് ഈ പ്രതിഷേധത്തെ തുടർന്ന് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. എന്തായാലും പ്രതിഷേധം ഇപ്പോഴും തുടരുന്നു എന്നുള്ളതാണ്. വിവാദ തീരുമാനങ്ങളൊക്കെ പ്രക്ഷോഭത്തിന് ആക്കം കൂട്ടുകയും ചെയ്തിട്ടുണ്ടെന്നാണ് ഫൈസൽ ഹംസ റിപ്പോർട്ട് ചെയ്യുന്നത്.